ഞാൻ കേട്ട രണ്ട് കാര്യങ്ങൾ. ലോട്ടറി എടുക്കണം കേട്ടോ. ഞാൻ ലോട്ടറി എടുക്കാറില്ല. അല്ല, എടുക്കണമെന്ന് ഞാൻ പറയാ. ഓക്കെ, കണ്ടിട്ടൊരു ഭാഗ്യവാന്റെ. ഞാൻ ഇവിടെ കേട്ടെടുത്തോളം തോന്നി, ഇവിടെ സാറും പലവരും പറഞ്ഞു കുടുംബങ്ങൾക്ക് ജീവിതം പകരുന്ന ഒരു ജോലിയാണെന്ന്. ഞാൻ ഒറ്റയാണ് ചോദിച്ചോട്ടെ, വൈറ്റ് ലൈനിൽ കേരളത്തിൽ ഏറ്റവും തിരക്കുള്ള ജംഗ്ഷനില് അവിടെയുള്ള ലോട്ടറി കടകൾ കാണണം. അതെനിക്കൊരു ഉപജീവന മാർഗമായിട്ടല്ല തോന്നുന്നു, ലക്ഷറി ബിസിനസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. കാര്യം ഞാൻ റിയൽ എസ്റ്റേറ്റ് അനാലിസിസും കൂടി ചെയ്യാറുണ്ട്. അവിടെ 5 to 6% ഗ്രോത്ത് ഉള്ള റിയൽ എസ്റ്റേറ്റിൽ ഒരു ഉമ്മനെ പോലെ പാവപ്പെട്ടവർക്കൊക്കെ ഒരു ജീവിതമാർഗ്ഗമാണ്, തീർച്ചയായിട്ടും നല്ല കാര്യം. പക്ഷെ അതൊരു വലിയ ബിസിനസ് ആയിട്ട് ഒരു സൈഡിൽ വളരുന്നുണ്ട്, നമ്മൾ കാണാണ്ട് പോകുന്ന മറ്റൊരു സൈഡ്. പിന്നെ ഇവിടെ പലരും പരിചയപ്പെടാൻ പറ്റി. താങ്കളാണെങ്കിൽ അല്ല, ഇതൊരു ആർഭാട ബിസിനസ് ആണ്, ലക്ഷറി എന്ന് തോന്നുന്നു. അത് ഓരോ മേഖലയിലും സാറേ അവർ ഓരോ ഗ്രോത്ത് ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ 1962 തുടങ്ങിയെന്ന് പറഞ്ഞു, ചെറിയ കടയായിട്ടായിരിക്കും തുടങ്ങിയത്. അന്നേരം നമ്മളെല്ലാവരുടെ മനുഷ്യന്റെ ഒരു ഇതല്ലേ പുതിയ വലിയൊരു റിയൽ എസ്റ്റേറ്റിനേക്കാളും വലിയ രീതിയിൽ വളരുന്ന ഒരു സ്ഥാപനമാണോ ഇത്? അങ്ങനെ പറയുന്നത് തെറ്റാ. കാര്യം എന്ന് വെച്ചാല് ഗവൺമെന്റ് ഒരു 4-5 വർഷം മുമ്പ് 1,08,00,000 ടിക്കറ്റ് പ്രിന്റ് ചെയ്തിട്ട് ഇന്ന് വരെ 4-5 വർഷമായിട്ട് ടിക്കറ്റ് പ്രിന്റ് ചെയ്തിട്ടില്ല. ടിക്കറ്റിന്റെ എണ്ണം കൂടിയിട്ടില്ല. സാറിന് മനസ്സിലാക്കേണ്ട കാര്യമാണ്, കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് ഈ 1,08,00,000 ടിക്കറ്റാണ് ഗവൺമെന്റ് പ്രിന്റ് ചെയ്യുന്നത്. പക്ഷെ അവർക്ക് വരുമാനം വരും, കൂടുതൽ ടിക്കറ്റ് അടിച്ചാൽ വരുമാനം വരുമെങ്കിലും ഗവൺമെന്റ് ടിക്കറ്റുകൾ കൂടുതൽ പ്രിന്റ് ചെയ്യുന്നില്ല. അതിന് ഈ മേഖലയില് വലിയ ഗ്രോത്ത് വരുന്നില്ല. മനസ്സിലായി? ടോട്ടൽ ചെയ്യണോ ജനങ്ങളെ ഈ കൊച്ചു കേരളത്തിലുള്ളൂ എന്നുകൂടി ആലോചിച്ചാൽ അത് ഗ്രോത്ത് കുറയാണ്. കേരളത്തിലെ ജനങ്ങൾ സാർ ഇത് എടുക്കുന്ന ആളുകള് 1-2 ടിക്കറ്റ് ഒക്കെ എടുക്കുന്നത്, എടുക്കാത്തവർ എടുക്കുന്നത്. ഇപ്പൊ സാർ എടുക്കത്തില്ല. സാറ് ഈ 3 കോടി ജനങ്ങളിൽ വരുന്നത് സാർ എടുക്കുന്നില്ല. അതുപോലെ തൊട്ടടുത്തിരിക്കുന്ന എടുക്കുന്ന ആളുകൾ 1-2 വീതമൊക്കെ എടുക്കും. ഞാൻ കണ്ട ഇവിടെ പലരും നന്മയുള്ളവരെ ഞാൻ പലരും കണ്ടത്, നല്ല കാര്യങ്ങൾ നല്ല ഇൻവെസ്റ്റ്മെന്റ് ചെയ്തവരുണ്ട്, ചിലവർ നഷ്ടത്തിലായവരും ഉണ്ട്. പക്ഷെ ഞാൻ എന്റെ വീടിന് തൊട്ടടുത്തുള്ള ഒരു 5-6 എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി വേജ് വർക്കേഴ്സ് 1000 രൂപ കിട്ടുന്നു, 300 രൂപയ്ക്ക് ലോട്ടറി അടിക്കുന്നു, 300 രൂപയ്ക്ക് ബാറിൽ പോകുന്നു, ബാക്കി ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഞാൻ എന്നെ എന്ന് കണ്ടാലും എടാ മോൻ ഞാൻ കാറിലല്ല എപ്പോഴും യാത്ര ചെയ്യുന്നത്, എനിക്ക് നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ട്, എന്നെ കണ്ട എന്ന് 20 രൂപ 50 രൂപ ചോദിക്കാനായിട്ട് ലോട്ടറി എടുക്കാൻ ഓരോ കാരണം പണിയെടുത്തു. സോ ഞാൻ കണ്ടുവരുന്ന കാഴ്ചപ്പാട് ഇതാണ്. നിങ്ങൾ ചിലപ്പോൾ ലോട്ടറി എടുക്കുന്നതിൽ വെറും ഒരു 5-10% സക്സസ്ഫുൾ ആയേക്കുന്നത്. ബാക്കി നമ്മൾ കാണുന്നതും ചുറ്റിലും പരിസരത്തും എല്ലാവർക്കും നോക്കുമ്പോൾ കാണുന്നതാണ്. സോ ലോട്ടറി എടുക്കാം. ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ റെസ്പോൺസിബിൾ മൈൻഡ് സെറ്റ് അത് സർക്കാർ പരസ്യമായിട്ട് ചെയ്യുന്നില്ല. ലോട്ടറി വിജയിച്ചാൽ മാത്രമേ ട്രെയിനിങ് കൊടുക്കുന്നുള്ളൂ. ഒരു സെക്കൻഡ് സർ, എനിക്ക് അതിനോട് ആഡ് ചെയ്യാനുള്ള ഒരു പോയിന്റ്, യോജിപ്പാണോ പറഞ്ഞതിനോട് ഒരു പരിധി വരെ എനിക്ക് യോജിപ്പാണ്. ഇപ്പൊ ഒരു സൈഡില് സക്സസ് ആയ ആൾക്കാരുണ്ട്, പക്ഷെ കൂടുതൽ ആൾക്കാരും ഈ പറയുന്ന പോലെ ഫെയിലിയർ അല്ലെങ്കിൽ പിന്നെയും ശുഭപ്രതീക്ഷയിൽ നിൽക്കുന്ന ആളാ. സാറ് നേരത്തെ പറഞ്ഞു നമുക്ക് ആ ലോട്ടറി അടിക്കുന്നതിനും വരെ ഒരു ഒരു ആഹ്ലാദം ഉണ്ടാവുന്നു. ലോട്ടറി അടിക്കുന്നതിനും വരെ, അതായത് എത്ര എടുക്കുന്നു അവിടെ മുതൽ എന്നാണ്. അതെ. അപ്പൊ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് അത് പ്രകാരം മനക്കോട്ട കിട്ടുന്ന അല്ലെങ്കിൽ ഒരുപാട് പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് റിസൾട്ട് വരുന്ന ദിവസം ഒരു പ്രശ്നമാണ്. അപ്പൊ അങ്ങനെ ഒരു മാനസിക ആഹ്ലാദമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതൊരു ഫെയിലിയർ ആണ് ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക്. ഞാൻ വേറൊരു ആംഗിളിൽ ഇപ്പൊ ആലോചിച്ചപ്പം ഒരുപാട് ആൾക്കാരുടെ ഉപജീവന മാർഗമാണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ജനറേഷൻ ഉണ്ട്, ജെൻസിയിലേക്ക് വരുന്നുണ്ട്. ജെൻസിയിൽ എത്ര പ്രൊപ്പോർഷനായിട്ട് എത്ര പെർസെന്റേജ് ആൾക്കാർ ഈ ലോട്ടറി എടുക്കുന്നത്? ജെൻസി ആക്കുന്നതിന് ലോട്ടറി ഏജൻസികൾക്ക് റോളുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഒരു 5 വർഷം അല്ലെ 10 വർഷം കഴിയുമ്പോൾ എടുക്കുന്നവരുണ്ട്. ചെറുപ്പക്കാരൊക്കെ എടുക്കുമോ? ലോട്ടറി എടുക്കുമോ നിങ്ങള്? ഇല്ല. ആ മോളെ ഒന്നുകൊടുത്ത് ആ മോള കേട്ടപ്പോഴേ തല കുലുക്കുന്നു ഇല്ലാന്ന്. ലോട്ടറി എടുക്കുവോ? ലോട്ടറി എന്താന്ന് അറിയാമോ? ഭാഗ്യവാന്മാരെ ആരെങ്കിലും കണ്ടുണ്ടോ? ഭാഗ്യവതികളെ ആരെങ്കിലും കണ്ടുണ്ടോ? നാളെയാണെന്നുള്ള അനൗൺസ്മെന്റ് ഇട്ടിട്ടുണ്ടോ? ഇല്ല. ലോട്ടറി എടുത്ത് അത് അഡിക്റ്റ് ആയി പോയവരെ അറിയാം. എനിക്ക് അറിയാം. അതൊക്കെ എന്ത് പറ്റി? എന്താണ് ഡെയിലി ലോട്ടറി എടുക്കാൻ വേണ്ടിട്ട് പൈസ ഇല്ലാതെ പൈസ ഉണ്ടാക്കി ലോട്ടറി എടുക്കാൻ പോണവരെ, കടം വാങ്ങിച്ച് ലോട്ടറി എടുക്കണവരെ കണ്ടതിനുശേഷമാണോ വേണ്ടെന്ന് വെച്ചത്? അങ്ങനെയല്ല, എനിക്ക് അതിനോട് താല്പര്യമില്ല. നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ എല്ലപ്പോഴും എടുക്കുന്ന? എനിക്ക് ഒരു 10 ലക്ഷം രൂപ കിട്ടിയാൽ ഒരു വീട് വെക്കാൻ വേണ്ടി അടിച്ചാല് രക്ഷപ്പെട്ടു. അത് മതി, എനിക്ക് കൂടുതലൊന്നും വേണ്ട ഒരു വീട് വെക്കാൻ. അങ്ങനെയില്ല, അടിച്ച മൊത്തം പൈസയും കിട്ടും. അല്ല, ആഗ്രഹമില്ല സാർ. ഇല്ല, 10 ലക്ഷം കിട്ടിയാലല്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.